നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇനി ഏതൊക്കെ ഉന്നതന്മാർ കുടുങ്ങും? ഇലക്ഷനൊക്കെ കഴിഞ്ഞിരിക്കുന്നു, ഫലമൊക്കെ വന്നിരിക്കുന്നു. ഇനി കൂടുതൽ ചോദ്യം ചെയ്യൽ, ഈ അന്വേഷണത്തോട് കൂടുതൽ ഇറങ്ങേണ്ട സമയമാണ്. ഇനി ആരൊക്കെയാണ് പിടിയിലാവുക, ആരിലേക്ക് അന്വേഷണം എത്തും, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിൽ കഴിയുന്ന ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും SIT ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാകും. മുരാരി ബാബുവും പോറ്റിയും എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ, വെളിപ്പെടുത്തലുകൾ നടത്തുന്നത്, ആരുടെയൊക്കെ പേര് ഇവരുടെ നാവിൽ നിന്ന് വരും എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് നിലവിൽ ശക്തമാകുന്നത്. വിശദമായ ചോദ്യം ചെയ്യൽ ഇരുവരെയും 2 ദിവസം കസ്റ്റഡിയിൽ വേണം എന്ന ആവശ്യം കൊല്ലം വിജിലൻസ് കോടതിയിൽ അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവ് എന്തായിരിക്കും എന്നതും ചോദ്യം തന്നെയാണ്. സ്വർണ്ണക്കൊള്ളയിൽ ഉന്നതരുടെ പങ്കടക്കം അന്വേഷിക്കുകയാണ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. കട്ടളപ്പാളി കേസിലും ദ്വാരപാലക കേസിലും മുരാരി ബാബു പ്രതിയാണ്. ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ബോർഡിന്റെ തീരുമാനം അനുസരിക്കുക മാത്രമാണ് ചെയ്തതെന്നും സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ല എന്നതടക്കമുള്ള മുരാരി ബാബുവിന്റെ വാദം വിലപോകുമോ എന്നതും ഒരു ചോദ്യമായി മാറുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറിയതിലെ ഗൂഢാലോചനയിൽ അടക്കം മുരാരി ബാബുവിന് പങ്കുണ്ട് എന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയിരുന്നു. എന്തായാലും മറ്റൊരു പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷയിലും കോടതി വിധി പറയാൻ ഒരുങ്ങുകയാണ്. എന്താണ് വിധി എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തി UDF MPമാർ ഇന്ന് പാർലമെന്റ് കവാടത്തിൽ ധർണ നടത്തും. അതായത് ദേശീയ തലത്തിലും കൂടി ഈ ഒരു വിഷയം ചർച്ചയാക്കാനുള്ള ഉദ്ദേശത്തിലാണ് UDF ആയിരിക്കുന്നത്. കോടതി മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസിയുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ആന്റണിക്കാണ് പ്രതിഷേധത്തിന്റെ ഏകോപനം. സംസ്ഥാനത്തെ SIT അന്വേഷണത്തിന് തടസ്സങ്ങളുണ്ടെന്നും UDF MPമാർ ആരോപണം ഉന്നയിക്കുകയുണ്ടായി. എന്തായാലും കേന്ദ്ര ഏജൻസി ഈ വിഷയം അന്വേഷിക്കണം എന്നൊരു ആവശ്യം UDF ശക്തമായി മുന്നോട്ട് വയ്ക്കുകയാണ്. തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് ഫലത്തിനു പിന്നാലെയാണ് UDF വൻ നീക്കം നടത്തിയിരിക്കുന്നത്. നേരത്തെ KC വേണുഗോപാലും ഹൈബി ഈഡനും വിഷയം ലോക്സഭയിൽ അടക്കം ഉന്നയിച്ചു. രാജ്യസഭയിൽ SIR വിഷയത്തിൽ ചർച്ച തുടരും. ലോക്സഭയിൽ ധനവിനിയോഗ ബില്ലും ചർച്ചയ്ക്ക് എടുക്കും. എന്തായാലും പാർലമെന്റ് വളപ്പിൽ ഇന്ന് MPമാരുടെ പ്രതിഷേധമുണ്ട്. പാർലമെന്റ് കവാടത്തിലാണ് ഇവർ ധർണ നടത്തുക. കോടതി മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസിയുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യം അംഗീകരിക്കപ്പെടുമോ ഇല്ലയോ, എന്താണ് ഈ ഒരു ആവശ്യത്തിന്മേൽ അധികൃതരുടെ തീരുമാനം എന്നതടക്കമുള്ള ചോദ്യങ്ങളും ബാക്കിയാവുകയാണ്. സംസ്ഥാനത്തെ SIT അന്വേഷണത്തിന് തടസ്സങ്ങളുണ്ട് എന്ന് MPമാർ പറയുമ്പോൾ അത് അംഗീകരിച്ച് കേന്ദ്ര ഏജൻസിയെ ഈ വിഷയത്തിൽ ഇറക്കുമെങ്കിൽ അത് സർക്കാരിന് വീണ്ടും കനത്ത തിരിച്ചടിയായി, കനത്ത പ്രഹരമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. പത്മകുമാറിന്റെ അറസ്റ്റോടെ ഇത് നിൽക്കുകയാണ്. ഇനി ആരുടെയൊക്കെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങും? പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കോടതി തള്ളിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് പത്മകുമാർ ജാമ്യത്തിൽ ഇറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു കാരണമൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യം ഉണ്ടായത്. കൊല്ലം വിജിലൻസ് കോടതിയാണ് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കുവാനും സാധ്യതയുണ്ട് എന്ന പ്രോസിക്യൂഷൻ വാദം അത് കണക്കിലെടുത്തായിരുന്നു ജാമ്യം നിഷേധിച്ചത്. ശബരിമലയിലെ സ്വർണ്ണ കട്ടളപ്പാളി കേസിലാണ് പത്മകുമാറിനെ പ്രതി ചേർത്തിരുന്നത്. പിന്നീട് 2019 ദ്വാരപാലക ശില്പങ്ങളുടെ പാളി കടത്തിക്കൊണ്ടുപോയി സ്വർണം മോഷ്ടിച്ച കേസിലും പ്രതി ചേർത്തിരുന്നു. സ്വർണ്ണമോഷണത്തിൽ ഉൾപ്പെട്ട ഉന്നത വ്യക്തികളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനാണ് പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. ആ ഉന്നതന്മാരുടെ പേര് ഇവർ പറയുമോ, അവിടേക്ക് അന്വേഷണം എത്തുമോ, ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാവുകയാണ്. അതേസമയം നമുക്കൊരു പ്രതികരണം കൂടി നോക്കാം. അതായത് ഈ ഒരു വിഷയത്തിൽ TP രാമകൃഷ്ണൻ പ്രതികരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കൂടി നമുക്ക് നോക്കാം. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറിനെതിരെ നടപടി വേണ്ടെന്ന പാർട്ടി തീരുമാനം അന്തിമമല്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. അതായത് ഇപ്പോൾ നിലവിൽ ഇയാൾക്കെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല പത്മകുമാറിനെതിരെ. പക്ഷേ അത് എടുക്കാതിരിക്കില്ല എന്നൊരു സൂചനയാണ് TP രാമകൃഷ്ണൻ നൽകുന്നത്. പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വേണ്ടി വന്നാൽ നടപടിയെടുക്കും. തെറ്റിൽ എത്രത്തോളം പങ്കുണ്ടെന്ന് നോക്കണമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. പത്മകുമാറിനെ രക്ഷിക്കാനുള്ള ഒരു നടപടിയും സർക്കാരോ പാർട്ടിയോ സ്വീകരിച്ചിട്ടില്ല. പരിശോധന നടക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി കൂടുതൽ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടി വന്നാൽ അതിലേക്ക് കടക്കും. പാർട്ടി തലത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വരണം, അത്രയുള്ളൂവെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. കുറ്റവാളിയെ സംരക്ഷിക്കില്ല, ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ അനുവദിക്കില്ല, നഷ്ടപ്പെട്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരണമെന്ന നിലപാടിലാണ് എന്നും TP രാമകൃഷ്ണന്റെ പ്രതികരണം. കുറ്റം ആരോപിക്കപ്പെട്ടതുകൊണ്ട് കുറ്റവാളിയാകില്ല. ആരുടെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ്. വ്യക്തത വരുന്ന മുറയ്ക്ക് നടപടിയെടുക്കുമെന്നും TP രാമകൃഷ്ണന്റെ പ്രതികരണം.
അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തിരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് കാരണമായി എന്ന വിലയിരുത്തലിൽ CPM എത്തിയിരിക്കുകയാണ്. അയ്യപ്പ സംഗമം വേണ്ട വിധത്തിൽ ലക്ഷ്യം കണ്ടില്ല എന്നും ന്യൂനപക്ഷ വോട്ടുകളും ഭൂരിപക്ഷ വോട്ടുകളും എതിരായെന്ന സംശയവും നിലവിലുയരുകയാണ്. ഭരണത്തിനെതിരെയും ജനങ്ങൾ വോട്ട് ചെയ്തുവെന്നാണ് CPMന്റെ നിഗമനം. തീർച്ചയായിട്ടും അറിയാവുന്ന പോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ശബരിമല വിഷയം വലിയ രീതിയിൽ ആളിക്കത്തിയാണ്. പ്രത്യേകിച്ച് സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി മാറിയത് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല. ഇപ്പോൾ പാർട്ടിയിലെ പ്രമുഖ നേതാക്കന്മാർ അടക്കമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായി റിമാൻഡിലായിരിക്കുന്നത്. എന്നിട്ട് പോലും അവർക്കെതിരെ ഒരു ചെറു വിരൽ പോലും പാർട്ടി അനക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ രൂക്ഷമായ വിമർശനം പാർട്ടി ഈ ഒരു വിഷയത്തിൽ നേരിടുന്നുണ്ട്. അതിനിടയിൽ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നു, അത് വലിയ രീതിയിൽ തിരിച്ചടിയായി മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ള ചില പ്രവർത്തകർ തന്നെ അത്തരത്തിലുള്ള ചില മുറുമുറുപ്പുകളൊക്കെ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ശബരിമല യുവതീ പ്രവേശന മുറിവ് ഉണക്കാൻ വിശ്വാസികൾക്കൊപ്പം എന്ന ടാഗ് ലൈനോടെ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം അതും സർക്കാരിനെ തുണച്ചില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഫലം. മാത്രമല്ല ന്യൂനപക്ഷ വോട്ടുകൾ അകന്നു പോകുകയും ചെയ്തിരിക്കുകയാണ്. വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിയില്ല എന്ന് പറഞ്ഞ മന്ത്രി വി ശിവൻകുട്ടി തെറ്റുതിരുത്തി മുന്നോട്ട് പോകുമെന്ന് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള വിശ്വാസികളെ അടുപ്പിക്കാനുള്ള ശ്രമം വിഫലമാക്കി. സ്വർണ്ണക്കൊള്ളയിൽ BJP ഗുണഭോക്താക്കളായെന്നാണ് CPM നേതാക്കൾ വിലയിരുത്തുന്നത്. സ്വർണ്ണക്കൊള്ള കേസിൽ CPM നേതാക്കൾ അറസ്റ്റിലായപ്പോൾ ഇവർക്കെതിരെ നടപടിയെടുക്കാതിരുന്നതും കനത്ത തിരിച്ചടിയായി മാറി. മുസ്ലിങ്ങൾക്കെതിരെ പരാമർശം നടത്തിയ വെള്ളാപ്പള്ളി നടേശനെ അയ്യപ്പ സംഗമത്തിന് പോകാൻ മുഖ്യമന്ത്രി സ്വന്തം കാറിൽ കൂടെ കൂട്ടിയതും മുസ്ലിങ്ങളെ ഇടതുപക്ഷത്തിൽ നിന്ന് അകറ്റിയെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. അടുത്ത ദിവസങ്ങളിൽ ചേരുന്ന CPM CPI നേതൃയോഗങ്ങളും LDF യോഗവും തോൽവി വിലയിരുത്തും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.